2025 നീറ്റ് എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്ക് തമിഴ്നാട് സ്റ്റേറ്റിൽ MBBSനും BDSനും അഡ്മിഷൻ ലഭിക്കാനുള്ള ഓൺലൈൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 2 സ്റ്റേജായിട്ടാണ് ഈ പ്രൊസീജിയർ മുന്നോട്ട് പോവുക. ഫസ്റ്റ്, നാം തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നാം ഓപ്ഷൻ സബ്മിറ്റ് ചെയ്ത് ഏതൊക്കെ ക്യാമ്പസിലാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിനായി തമിഴ്നാട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന MBBSനോ MBDSനോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ആപ്ലിക്കേഷനാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാടിൻ്റെ വെബ്സൈറ്റായ tnmedicalselections.net എന്ന വെബ്സൈറ്റിലൂടെ ഇത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി ആരൊക്കെയാണ് തമിഴ്നാട്ടിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്? 2 കാറ്റഗറിയിലുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് വൺ, തമിഴ്നാട് നേറ്റിവിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക്, അവിടെ ബൈ ബർത്ത് കൊണ്ടോ ആ തമിഴ്നാട്ടിൽ പഠിച്ചത് കൊണ്ടോ നേറ്റിവിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് തമിഴ്നാട്ടിൽ ഒരു MBBSനും BDSനും അഡ്മിഷൻ ലഭിക്കാനായിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അവിടുത്തെ ഗവൺമെൻറ് സീറ്റിലേക്കും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റിലേക്കും NRI സീറ്റിലേക്കും ഒക്കെ തമിഴ്നാട് നേറ്റിവിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി രണ്ടാമതായിട്ട്, തമിഴ്നാട് നേറ്റിവിറ്റി ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക്, അതർ സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾക്ക് തമിഴ്നാട്ടിലെ MBBSൻ്റെയും BDSൻ്റെയും മാനേജ്മെന്റ് സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാൻ അപ്ലൈ ചെയ്യാം. കേരളത്തിൽ നേറ്റിവിറ്റി ഉള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ഒരു MBBSനും BDSനും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി അത് തന്നെ 2 രീതിയിലുണ്ട്. ഒന്നാമത്തേത് എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലുള്ള MBBSൻ്റെയും BDSൻ്റെയും ഗവൺമെൻറ് സീറ്റുകളുടെ 15% സീറ്റിൽ നമുക്കൊരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നാം അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അത് നാം ചെയ്യേണ്ടത് നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിങ്ങിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലാണ് നമ്മൾ പങ്കെടുക്കേണ്ടത്. അതിലൂടെ തമിഴ്നാട് സ്റ്റേറ്റിലുള്ള MBBSൻ്റെയും BDSൻ്റെയും 15% സീറ്റ് അതർ സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവനുള്ള വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് വഴി റിസർവേഷൻ ലഭിക്കുന്നതാണ്, നമുക്ക് അപ്ലൈ ചെയ്ത് കിട്ടാവുന്നതാണ്. അങ്ങനെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഗവൺമെൻറ് സീറ്റിൻ്റെ MBBSൻ്റെയും BDSൻ്റെയും 15% സീറ്റിൽ അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട. പകരം എനിക്കൊരല്പം മാർക്ക് കുറവാണ്, എനിക്ക് തമിഴ്നാട്ടിൽ MBBSനോ BDSനോ ഒരു മാനേജ്മെന്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഇനി മാനേജ്മെന്റ് സീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ 2 മാനേജ്മെന്റ് സീറ്റുകളുണ്ട്. ഒന്ന്, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസിലെ MBBSും BDSും കോഴ്സും ആ സെയിം ക്യാമ്പസുകളിലെ NRI സീറ്റും. ഇനി ഈ 2 സീറ്റിലെ ഫീസ് എന്താണ്? തമിഴ്നാട്ടിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ആ സ്റ്റേറ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കുകയാണെങ്കിൽ, നേറ്റിവിറ്റി തമിഴ്നാട്ടിലുള്ള വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ MBBS പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിലും 4.5 ലക്ഷം രൂപ മാത്രമാണ് ഫീസ് ഉള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ 8 ലക്ഷം രൂപ വരുന്ന സ്ഥാനത്താണ് തമിഴ്നാട്ടിൽ അവിടെ നേറ്റിവിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമുക്ക് 4.5 ലക്ഷം രൂപ ഫീസിന് പഠിക്കാൻ പറ്റുക. ഇനി ആ സെയിം ക്യാമ്പസിലെ തന്നെ മാനേജ്മെന്റ് സീറ്റിലേക്ക് അതർ സ്റ്റേറ്റുള്ള വിദ്യാർത്ഥികൾ, അതായത് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ തമിഴ്നാട്ടിലെ മാനേജ്മെന്റ് സീറ്റിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അവിടെ നമുക്കൊരു MBBSന് കിട്ടിയാൽ നമ്മൾ അടക്കേണ്ടി വരുന്ന ഫീസ് 13.5 ലക്ഷം രൂപയാണ്. അപ്പോൾ എനിക്കൊരു MBBS സീറ്റ് തമിഴ്നാട്ടിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, 13.5 lakhs റുപ്പീസ് എനിക്കൊരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നവർക്ക് തമിഴ്നാട്ടിലെ മാനേജ്മെന്റ് സീറ്റിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. ഇനി 13.5 ലക്ഷം രൂപ മാത്രമേ വരികയുള്ളൂ? അല്ല, അവിടെ എക്സ്ട്രാ ഫീസുകളുണ്ട്, ഹോസ്റ്റൽ ഫീസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒരു 4 ലക്ഷം രൂപയെങ്കിലും ഒരു വർഷം അഡീഷണൽ എക്സ്പെൻസ് വരും എന്ന് നമ്മുടെ മനസ്സിൽ കരുതണം. ഇനി അവിടുത്തെ NRI സീറ്റിലേക്കാണെങ്കിലോ, NRI സീറ്റിൻ്റെ അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് 24.5 lakhs റുപ്പീസ് ആണ് അവിടുത്തെ NRI സീറ്റിൻ്റെ ഫീസ് വരുന്നത്. അപ്പം മാനേജ്മെന്റ് കോട്ടയിൽ MBBSനും BDSനും 13.5 ലക്ഷം രൂപ ഫീസിലോ 24.5 ലക്ഷം രൂപ വരുന്ന NRI സീറ്റിലോ ഒരു അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിടുക. അപ്പം നമ്മുടെ മനസ്സിലേക്ക് ഒരു ഡൗട്ട് വരും, എനിക്ക് കേരളത്തിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ചിലപ്പോൾ കിട്ടിയേക്കാം, ഞാനപ്പോൾ തമിഴ്നാട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, എനിക്കൊരല്പം മാർക്ക് കുറവാണ്, എനിക്ക് തമിഴ്നാട്ടിൽ ഒരു അഡ്മിഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയമുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിടുക.
പിന്നീട് നമുക്ക് അതിനൊരു അവസരം ലഭിക്കത്തില്ല. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് ഫീസ് ഉണ്ടോ? ഉണ്ട്. തമിഴ്നാട്ടിൽ നേറ്റിവിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവിടത്തേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് 500 റുപ്പീസ് മാത്രമാണ് ഫീസ് വരിക. അതർ സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾക്ക് അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് 1000 റുപ്പീസ് ആണ് ഫീസ് വരിക. അപ്പൊ ഈ 1000 റുപ്പീസ് അടച്ചിട്ട് നമുക്ക് തമിഴ്നാട്ടിൽ MBBS-നോ BDS-ന്റെയോ അവിടെ മാനേജ്മെന്റ് സീറ്റിൽ ഒരു അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1000 റുപ്പീസ് അടച്ച് ഡോക്യുമെന്റ്സുകളെല്ലാം സബ്മിറ്റ് ചെയ്ത് നാം പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? അതിനുശേഷം നമ്മുടെ നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഏത് ക്യാമ്പസിലേക്കാണ് വേണ്ടത് എന്ന് നാം ചോയ്സ് ഫില്ല് ചെയ്യണം. ആ ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ 1 lakh റുപ്പീസ് ഫീസ് അടച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ പറ്റുക. 1000 റുപ്പീസ് അടച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് വെച്ചേക്ക്. നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് എനിക്കൊരു അഡ്മിഷൻ ലഭിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അന്നേരം ചോയ്സ് ഫില്ല് ചെയ്യാം. ഇനി ഇവിടെ നമ്മുടെ റാങ്ക് കുറഞ്ഞു പോയി, നമുക്ക് കേരളത്തിൽ കിട്ടാനൊരു ചാൻസ് ഇല്ല എങ്കിൽ അന്നേരം എനിക്ക് തമിഴ്നാട്ടിലേക്ക് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ സാധിക്കത്തില്ല. ഇനി ഇതിനോടൊപ്പം തമിഴ്നാട്ടിലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ ഈ 13.5 ലക്ഷത്തിന്റെയും NRI സീറ്റും മാത്രമല്ല, അവിടെ നമ്മൾ നേരത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്ന ഒരു ക്യാമ്പസ് ഉണ്ട്, CMC വെല്ലൂർ. ഈ ക്യാമ്പസിൽ ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസ് തന്നെയാണ്. പക്ഷേ അവിടെ 56,000 റുപ്പീസ് മാത്രമാണ് MBBS-ന് ഫീസ് വരിക. അതിൽ ഒരു അഡ്മിഷൻ ലഭിക്കാൻ CMC വെല്ലൂരിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികളും ഇപ്പോൾ ഈ തമിഴ്നാടിന്റെ വെബ്സൈറ്റിലൂടെ അവിടുത്തെ സീറ്റിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിടണം. എങ്കിൽ മാത്രമേ നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഈ സെലക്ഷൻ പ്രൊസീജിയറിൽ പങ്കെടുത്താൽ മാത്രമേ തമിഴ്നാട്ടിലെ CMC വെല്ലൂരിലോ അവിടുത്തെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ ഈ പറയുന്ന 13.5 ലക്ഷമോ BDS-നാണെങ്കിൽ 6 ലക്ഷം രൂപ വരുന്ന ഫീസിലൊക്കെ നമുക്ക് അവിടെ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലുള്ള വിദ്യാർത്ഥികളിൽ നിന്നും തമിഴ്നാട് നേറ്റിവിറ്റി ഉള്ള വിദ്യാർത്ഥികളും ഇപ്പോൾ നിർബന്ധമായും തമിഴ്നാടിന്റെ വെബ്സൈറ്റായ tnmedicalselection.net എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് അവിടുത്തെ ഒരു MBBS-ന്റെയും BDS-ന്റെയും സീറ്റ് ഉറപ്പാക്കാനുള്ള അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിന് ഞാൻ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിർബന്ധമായിട്ടുമുണ്ട്. നാം ഈ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം നമ്മൾ ഇവിടെ പറയുന്ന ഡോക്യുമെന്റ്സുകൾ, നീറ്റ് UGയുടെ അഡ്മിറ്റ് കാർഡ്, 10th-ന്റെയും 11th-ന്റെയും 12th-ന്റെയും മാർക്ക് ഷീറ്റ്, ദെൻ +2-ന്റെ TC സർട്ടിഫിക്കറ്റ്, ദെൻ 6th ക്ലാസ് മുതൽ 12th വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇതേപോലെ ഈ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെന്റ്സുകളെല്ലാം നാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് നേറ്റിവിറ്റി തമിഴ്നാട് സ്റ്റേറ്റ് ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇനി നോൺ തമിഴ്നാട് സ്റ്റുഡൻസ് ആണെങ്കിൽ തമിഴ്നാട് സ്റ്റേറ്റിന്റെ മാനേജ്മെന്റ് സീറ്റിലേക്ക് MBBS-നും BDS-നും അത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സീറ്റോ NRI സീറ്റോ ഏതുമായിക്കോട്ടെ ആ സ്റ്റാറ്റസ് നമുക്ക് ലഭിക്കാനും അവിടെ ഒരു അഡ്മിഷൻ ലഭിക്കാനുമുള്ള ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്കുള്ള എലിജിബിലിറ്റി നേടിയെടുക്കുക. എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, ഓൾ ഇന്ത്യ കൗൺസിലിംഗിലൂടെ നമുക്കൊരു 15% സീറ്റിൽ അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ പ്രൊസീജിയറിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. തമിഴ്നാട് സ്റ്റേറ്റിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിലോ NRI സീറ്റിലോ CMC വെല്ലൂർ സീറ്റിലേക്കോ ഒരു അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും തമിഴ്നാടിന്റെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ എലിജിബിലിറ്റി നേടിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എൻട്രൻസ് മേഖലയിലെ പുതിയ ന്യൂസും അപ്ഡേറ്റ്സുകളും കൃത്യമായി നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. ഇനി ഇതിനോടൊപ്പം +2 കഴിഞ്ഞു, ഇത്രയും ഉയർന്ന ഫീസിൽ പഠിക്കാൻ താല്പര്യമില്ല, 2026-ൽ ഏറ്റവും റീസണബിൾ ഫീസിൽ നല്ലൊരു ക്യാമ്പസിൽ MBBS-ഉം BDS-ഉം പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ആൽഫ അക്കാഡമിയുടെ റിപ്പീറ്റർ ബാച്ചിലേക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം. നല്ല ഹോംലി അറ്റ്മോസ്ഫിയർ നൽകുന്ന ഹോസ്റ്റൽ ഫെസിലിറ്റിയിൽ ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനോടൊപ്പം നന്നായി പഠിച്ച് പേഴ്സണൽ അറ്റൻഷനോടെ പഠിച്ച് 2026 നമ്മുടേതാക്കി മാറ്റാം. എല്ലാവർക്കും ഏറ്റവും നല്ല വിജയം നേടാനുള്ള എല്ലാ സപ്പോർട്ടും ആൽഫ അക്കാഡമി എപ്പോഴും നൽകുന്നു. നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.